പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ നാവികസേനയ്ക്കൊപ്പം ദീപാവലി ആഘോഷിച്ചപ്പോൾ അത് വെറുമൊരു ഉത്സവ ആഘോഷമായിരുന്നില്ല. മറിച്ച് പാകിസ്ഥാനിലെ സൈനിക ശക്തിയുടെ ആസ്ഥാനമായ റാവൽപിണ്ടിയിലെ ജനറൽ ആസ്ഥാനത്തേക്ക് നേരിട്ട് നൽകിയ ശക്തമായ ഒരു തന്ത്രപരമായ മുന്നറിയിപ്പായിരുന്നു. തദ്ദേശീയമായി നിർമ്മിച്ച ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്തിന്റെ എയർക്രാഫ്റ്റ് ഹാങ്ങറിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ പാകിസ്ഥാന്റെ സമുദ്രപരമായ ദുർബലതയിലേക്ക് വിരൽ ചൂണ്ടി. പ്രധാനമന്ത്രി മോദി വിക്രാന്തിലെ ജീവനക്കാരെ അഭിസംബോധന ചെയ്തപ്പോൾ ഈ യുദ്ധക്കപ്പൽ പാകിസ്ഥാൻ നാവികസേനയിൽ സൃഷ്ടിക്കുന്ന സ്വാധീനം അദ്ദേഹം കൃത്യമായി എടുത്തു പറഞ്ഞു. ഏതാനും മാസങ്ങൾക്ക് മുൻപ് INS വിക്രാന്ത് എന്ന പേര് പാകിസ്ഥാനിൽ ഭീതിയുടെ തിരമാലകൾ സൃഷ്ടിച്ചത് നമ്മൾ കണ്ടതാണ്. യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ശത്രുവിന്റെ ധൈര്യത്തെ തകർക്കുന്ന ഒരു പേരാണ് വിക്രാന്തിന്റേത്, മോദി പറഞ്ഞു. ഈ പരാമർശം കേവലം രാഷ്ട്രീയ പ്രസ്താവനയായിരുന്നില്ല, മറിച്ച് സമീപകാലത്ത് നടന്ന സംഭവങ്ങളുടെ പ്രതിഫലനമായിരുന്നു. ഇന്ത്യ ടുഡേയുടെ ഉപഗ്രഹ ചിത്ര വിശകലനം അനുസരിച്ച് 88 മണിക്കൂർ നീണ്ട സംഘർഷ സമയത്ത് പാകിസ്ഥാൻ നാവികസേന തങ്ങളുടെ പ്രധാന താവളങ്ങളായ കറാച്ചിയിലെയും ഒർമാരയിലെയും PNS ജിന്നയിലെയും യുദ്ധക്കപ്പലുകൾ ഉപേക്ഷിച്ച് പലായനം ചെയ്തു. ഇന്ത്യൻ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായി പാക് കപ്പലുകൾ ചൈന നിർമ്മിച്ച ഗ്വാദർ തുറമുഖത്തേക്കോ അല്ലെങ്കിൽ ഇറാൻ അടുത്തുള്ള പാസ്നി തുറമുഖത്തേക്കോ തങ്ങളുടെ നിലവിലെ താവളങ്ങളിൽ നിന്ന് സുരക്ഷിതമായ ദൂരത്തേക്ക് നങ്കൂരമിടുകയായിരുന്നു. വിക്രാന്ത് കാരിയർ യുദ്ധസംഘം 300 നോട്ടിക്കൽ മൈൽ അകലെ നിലയുറപ്പിക്കുകയും കറാച്ചിയിൽ ആക്രമണം നടത്താൻ ബ്രഹ്മോസ് മിസൈലുകളുമായി അകമ്പടി കപ്പലുകൾ സജ്ജമാക്കിയിരിക്കുകയും ചെയ്തതാണ് പാക് നാവികസേനയുടെ ഈ ഭീരുത്വം നിറഞ്ഞ പിന്മാറ്റത്തിന് കാരണം. പാകിസ്ഥാന്റെ കടൽ തീരത്തിന്റെ ഭൂമിശാസ്ത്രപരമായ ദൗർബല്യവും അവരുടെ നാവികസേനയുടെ പരിമിതവുമാണ് അവർ സമുദ്രമാർഗം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ. ഇന്ത്യൻ നാവികസേനയുടെ ഒരു ശക്തമായ നീക്കം പാകിസ്ഥാന് മേൽ താഴെ പറയുന്ന ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. യുദ്ധ സാഹചര്യത്തിൽ ആഗോള വ്യാപാര കപ്പൽ ഗതാഗതം പാകിസ്ഥാൻ തുറമുഖങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കും. ഇത് ഷിപ്പിംഗ് ചിലവുകൾ കുത്തനെ ഉയർത്തുകയും പാക് സമ്പദ് വ്യവസ്ഥയെ തകർക്കുകയും ചെയ്യും. പേർഷ്യൻ ഗൾഫിൽ നിന്നുള്ള പാകിസ്ഥാന്റെ ദൈനംദിന എണ്ണ ഇറക്കുമതി പൂർണ്ണമായും തടസ്സപ്പെടും. 10-20 ദിവസത്തെ ആവശ്യത്തിനുള്ള വാണിജ്യ എണ്ണ ശേഖരം മാത്രമാണ് പാകിസ്ഥാന്റെ കൈവശമുള്ളത്. പാകിസ്ഥാന്റെ അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ 95% നടക്കുന്നത് കറാച്ചി പോലുള്ള പ്രധാന തുറമുഖങ്ങൾ വഴിയാണ്. ഒരു നാവിക ഉപരോധമുണ്ടായാൽ പാകിസ്ഥാൻ കടൽ മാർഗമുള്ള പ്രവേശനമില്ലാത്ത ഒരു രാജ്യമായി മാറുകയും ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന തുടങ്ങിയ അയൽക്കാരെ പൂർണ്ണമായി ആശ്രയിക്കുകയും ചെയ്യേണ്ടി വരും. യുദ്ധസമയത്ത് ദുർബലമായ പാകിസ്ഥാൻ നാവികസേനയ്ക്ക് ഇന്ത്യൻ നാവികസേനയുമായി ഏറ്റുമുട്ടാൻ കഴിയില്ല. കൂടാതെ ഇന്ത്യൻ വ്യോമസേനയുടെ മുൻകൈ പാക് വ്യോമസേനയെ അവരുടെ നാവിക ആക്രമണത്തിന് വിന്യസിക്കുന്നതിൽ നിന്ന് തടയും. വർഷങ്ങൾക്കിപ്പുറവും പാകിസ്ഥാൻ തങ്ങളുടെ ദുർബലമായ തീരപ്രദേശം മറികടക്കാൻ പുതിയ തുറമുഖങ്ങൾ തേടുന്നതും 2025 യുദ്ധക്കപ്പലുകൾ ഗ്വാദർ തുറമുഖത്ത് ഒളിച്ചതും ഈ ചരിത്രപരമായ ഭയം നിലനിൽക്കുന്നു എന്നതിന്റെ സൂചനകളാണ്. പ്രധാനമന്ത്രി മോദിയുടെ ദീപാവലി സന്ദേശം പാകിസ്ഥാന് കരയിലും വടക്ക് പടിഞ്ഞാറ് എന്നിങ്ങനെ 2 മുന്നണികൾക്ക് പുറമെ കൂടുതൽ വിനാശകരമായ ഒരു 3ാം നാവിക മുന്നണി കൂടി അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന ശക്തമായ രാഷ്ട്രീയ മുന്നറിയിപ്പാണ് നൽകുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.